നമ്മൾ പഠിക്കാൻ പോകുന്ന മൾട്ടിനാഷണൽ കമ്പനീസാണ്. മൾട്ടിനാഷണൽ കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൺട്രിയിൽ ആയിരിക്കും അത് സ്റ്റാർട്ട് ചെയ്തതും അതിൻ്റെ എല്ലാ ബിസിനസ്സുകളും നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നതും നോക്കുന്നതും ഒരു കൺട്രിയിൽ നിന്നായിരിക്കും. പക്ഷേ അതേ കമ്പനിക്ക് തന്നെ വേറെ പല കൺട്രിയിലും ബ്രാഞ്ചസ് ഉണ്ടാവും. അതിനെയാണ് നമ്മൾ മൾട്ടിനാഷണൽ കമ്പനി എന്ന് പറയുന്നത്, MNC എന്ന് പറയും. ഇനി അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് ഓഫ് മൾട്ടിനാഷണൽ കമ്പനി എന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ഫോറിൻ ക്യാപിറ്റൽ. അതായത് ഇപ്പോൾ ഇന്ത്യയിൽ, ഇപ്പോൾ കേരളത്തിൽ ഒരു കമ്പനി, ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞത്, ഞാനിപ്പോൾ ഇന്ത്യയിൽ കേരളത്തിൽ ഞാനൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ എനിക്ക് കേരളത്തിൽ മാത്രമേ എനിക്ക് കമ്പനിയുള്ളൂ. പക്ഷേ എനിക്ക് കൂടുതലും ക്ലയൻസും കസ്റ്റമേഴ്സും ഒക്കെ ഇന്ത്യക്ക് പുറത്താണ്. ഇന്ത്യക്ക് പുറത്തല്ല, ഇന്ത്യക്ക് പുറത്താണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവരുമായിട്ട് ബിസിനസ് ചെയ്യുന്നതുകൊണ്ട് ഫോറിൻ കറൻസി ഇങ്ങോട്ട് വരും, ഇൻഫ്ലോയും ഉണ്ട് ഔട്ട്ഫ്ലോയും ഉണ്ട്. അതായത് എനിക്ക് ഫോറിൻ കറൻസി കിട്ടും, എൻ്റെ കയ്യിൽ നിന്ന് ഫോറിൻ കറൻസി പോകും. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഫോറിൻ കറൻസിയിലാണെങ്കിൽ എനിക്ക് കൂടുതൽ ഡീൽ ചെയ്യാനുള്ളതുകൊണ്ട് എനിക്കതിൽ അതൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ്. ഇനി രണ്ടാമത്തെ ജനറേഷൻ ഓഫ് എംപ്ലോയ്മെൻറ്റ്. ഒരുപാട് ബ്രാഞ്ചസ് ഉള്ളതുകൊണ്ട് നമുക്ക് ഒരുപാട് എംപ്ലോയീസിന് ആവശ്യമുണ്ടാകും. അപ്പോൾ അങ്ങനെ ഒരുപാട് ജോലി നോക്കുന്നവർക്കും ജോലി ഇല്ലാത്തവർക്കും അതൊരു സഹായമാണ്. ഇനി യൂസ് ഓഫ് അഡ്വാൻസ് ടെക്നോളജി. അതായത് നമ്മൾ ഒരു കൺട്രിയിൽ തന്നെ എല്ലാം നമ്മൾ ഫങ്ഷൻ ചെയ്യുന്നത്, പല കൺട്രിയിലും നമ്മൾ ഫങ്ഷൻ ചെയ്യുന്നതുകൊണ്ട് ഓരോ കൺട്രിയിലെ ടെക്നോളജിയും മെത്തേഡ്സ് ഓഫ് പ്രൊഡക്ഷനും മാനുഫാക്ചറിങ് ഒക്കെ വേറെ വേറെ ആയിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ നമ്മളുടെ ടെക്നോളജി അപ്ഗ്രേഡ് ചെയ്യണം, മോഡിഫൈ ചെയ്യണം. ഇനി ഗ്രോത്ത് ഓഫ് ആൻസിലറി യൂണിറ്റ്സ്. ഗ്രോത്ത് ഓഫ് ആൻസിലറി യൂണിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് കൺട്രിയിലാണോ നമ്മളുടെ മെയിൻ ഓപ്പറേഷൻസൊക്കെ നമ്മൾ നോക്കുന്നതും കൈകാര്യം ചെയ്യുന്നതും അവിടുത്തെ സപ്ലയേഴ്സിനും അവിടുത്തെ ലോക്കൽ സപ്ലയേഴ്സിനും പ്രൊഡ്യൂസേഴ്സിനും അത് അവരുടെ ഒരു പ്രൊഡക്റ്റ് കുറച്ചും കൂടെ ഡെവലപ്പ് ചെയ്യാനും പല വെറൈറ്റി പല യുണീക്ക് തരത്തിലുള്ള പ്രൊഡക്ട്സ് ഉണ്ടാക്കാനും അവർക്കതൊരു മോട്ടിവേഷനാണ്. അപ്പോൾ എന്താണ്, അവരവരുടെ കൈത്തൊഴിലിൽ അവരൊന്ന് മെനിക്കെടുക്കും. അപ്പോൾ അതിൽ അവർക്ക് ഗ്രോ ചെയ്യാൻ പറ്റും. ഇൻക്രീസ് ഇൻ എക്സ്പോർട്ട്സ് ആൻഡ് ഇൻഫ്ലോ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച്. ഇത് നമ്മളുടെ നേരത്തെ നമ്മൾ പഠിച്ച പോയിന്റ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ഫോറിൻ ക്യാപിറ്റലിൻ്റെ വേറെ ഒരു വശമാണ്. കാരണം നമുക്ക് ഫോറിൻ കൺട്രീസിൽ നമുക്ക് ഡീലിങ്സ് ഉള്ളത് കൊണ്ട്, നമുക്ക് അവിടെ ബ്രാഞ്ചസ് ഉള്ളത് കൊണ്ട് നമ്മൾ എക്സ്പോർട്ടിങ്ങും ഇമ്പോർട്ടിങ്ങും ഒക്കെ കൂടുതലായിരിക്കും. ഓക്കെ, ഹെൽത്തി കോമ്പറ്റീഷൻ, സമാധാനപരമായിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ ആയിരിക്കും. കാരണം എന്തുകൊണ്ടാണ്? ഡൊമസ്റ്റിക് പ്രൊഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് കൺട്രിയിലാണോ അവർക്ക് കമ്പനി ഉള്ളത്